ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു മന്തി റെസിപ്പി നോക്കിയാലോ. അതിനുവേണ്ടി നമ്മൾ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകായിട്ട് ചേർക്കുന്നതാണ് നല്ലത്. 2 ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് മാഗി ക്യൂബാണ്. ഞാൻ 3 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ടായിരുന്നു. മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പും ചേർക്കുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മസാലയെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കോഴി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. കോഴി വെന്ത് വരുന്ന സമയത്തിന് തന്നെ നമ്മൾ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് ഉപ്പും സൺഫ്ലവർ ഓയിലുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മൾ അരി കോരി എടുക്കുകയാണ്. 3/4% അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോഴി വെന്ത് വന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നടുക്കായിട്ട് കുറച്ച് ഓയിൽ തൂകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും മന്തിയുടെ അതേ രുചി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ.